ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല 3 തേട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ തേട് വറുത്തരച്ച കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇനി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. തേങ്ങ വറുത്തരച്ച്, അപ്പൊ തേങ്ങ വറക്കുന്ന നമ്മൾ ഓൾറെഡി മിക്ക വീഡിയോകളിലും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും ഇതിലേക്ക് റിപ്പീറ്റ് ഇടാഞ്ഞത്. പാകം ചെയ്യാനുള്ള മൺചട്ടിയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന വറുത്തരച്ച അരപ്പ് ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വെള്ളത്തിലിട്ട വടക്കംപുളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. 3 പച്ചമുളക് കീറിയിടുക. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല. ഇനി ആവശ്യത്തിനുള്ള വെള്ളമൂടെ ചേർത്ത് പാകത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കലക്കി അടുപ്പിലേക്ക് വെക്കുക. അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അരപ്പ് നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തേടും കഷ്ണങ്ങൾ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചട്ടിയോടൊന്ന് എടുത്തൊന്ന് കറക്കി വെക്കുക. എന്നിട്ട് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. എന്നാലല്ലേ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ വറുത്തരച്ച അരപ്പിൽ കടന്ന് തേടും കഷ്ണങ്ങൾ കടന്ന് തിളച്ചു മറിയുകയാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നവർ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എല്ലാ വീഡിയോസുകളും കാണുമ്പോഴും ലൈക്കും കമന്റും ചെയ്യണേ. നമ്മുടെ തേടും കഷ്ണങ്ങൾ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അരപ്പിച്ചിലൂടെ പറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിന്റെ മുകളിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക. തേങ്ങ വറുത്തെടുക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. എളുപ്പമല്ലേ തേങ്ങ വറുത്തരച്ച തേടും കറി ഉണ്ടാക്കാൻ? ആ തേങ്ങ വറക്കുന്ന ഒരു പാടേ ഉള്ളൂ, എളുപ്പമാണ്. അപ്പൊ എല്ലാവരും വീടുകളിൽ തേട് വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തരച്ച തേട് കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അങ്ങനെ നമ്മുടെ വറുത്തരച്ച തേട് കറി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.